പെരിയ കേസിൽ പരോളിന് അപേക്ഷ നൽകിയവർ പുറത്തിറങ്ങി സ്വൈര്യമായി നടക്കാമെന്ന് കരുതണ്ട എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത CPM-ന്റെ നേതാക്കന്മാർ വിചാരിക്കേണ്ടുന്ന ഒരു ചിന്തയും ഈ പ്രദേശത്ത് ശരത്തൻ കൃപേഷും ഉയർത്തിയ ഒരു കൊടി കണ്ടിട്ടാണ് നിങ്ങൾ അവരെ കൊന്നൊടുക്കിയത് എങ്കിൽ, അവരെ കൊന്നൊടുക്കിയാൽ ആ കൊടിയങ്ങ് ഇല്ലാതെയാകുമെന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചത് എങ്കിൽ, ഇന്ന് അവരുടെ പേരിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് കോൺഗ്രസുകാരാണ് കൊടിയും പിടിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ, ഇവിടെ എനിക്ക് മുൻപ് സംസാരിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നിങ്ങളെ ഭയന്നിട്ട് നിങ്ങളുടെ ഔദാര്യത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നവരല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്നുള്ള ബോധ്യം ഈ കൊലപാതകത്തിന് ഉത്തരവിടുന്ന എല്ലാ മുതലാളിമാരും ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും. ഇവരെല്ലാവരും സംസാരിച്ച വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ KPCCയുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, ഈ കൊലക്കേസിലെ പ്രതികളായ മുഴുവൻ ആളുകളെയും കാണാൻ ജയിലിലേക്കൊന്ന് പോകുന്നു. നമ്മുടെ 2 സഹപ്രവർത്തകരെ, നമ്മുടെ 2 സഹോദരങ്ങളെ, ഈ നാടിന്റെ കൺമണികളായ 2 പൊന്നുമക്കളെ, അവരെ കൊന്നൊടുക്കിയവന്മാർ ജയിലിൽ കിടന്ന് അനുഭവിക്കുന്ന നരകയാതന കാണുവാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന്. ഈ ജയിലിലേക്ക് പോയ CPM-ന്റെ നേതാക്കന്മാർക്ക് ഒരു വിചാരമുണ്ടായിരിക്കും, മറ്റു പല കൊലക്കേസിലെയും പ്രതികൾ അനുഭവിക്കുന്നത് പോലെയുള്ള ജയിലിനകത്ത് അത്യാധുനികമായ എല്ലാ പ്രിവിലേജോടുകൂടിയും കഴിയാമെന്ന്. അങ്ങനെ വിചാരിക്കുന്ന ഏതെങ്കിലും പ്രതികളുണ്ട് എങ്കിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു, ആ ജയിലിൽ കിടക്കുന്ന ഒരു പോക്കറ്റ് അടിക്കാരന് ലഭിക്കുന്ന സൗകര്യം പോലും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ ഇന്നാട്ടിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഉണ്ടായിരിക്കും. അത് നിയമത്തിന്റെ വഴിയിലെങ്കിൽ അങ്ങനെ, അതല്ലാതെ എങ്കിൽ അങ്ങനെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഇപ്പോ പരോളിന് അപേക്ഷിച്ചിട്ടുള്ള 2 CPM-ന്റെ പ്രവർത്തകർ, ഒരു സുബീഷും സുരേന്ദ്രൻ, അവരുടെ ബന്ധുക്കളോട് വളരെ സ്നേഹത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഈ സർക്കാർ കൊലയാളികളുടെ സർക്കാരാണ്. TP ചന്ദ്രശേഖരനെ കൊന്ന പ്രതികൾ നിരവധി തവണ ആയിരക്കണക്കിന് ദിവസം പരോളിറങ്ങി നടക്കുന്ന സാഹചര്യമുണ്ടായി. എന്തിനേറെ പറയുന്നു, ആ കാരണവരെ കൊന്ന ഷെറിൻ പോലും ക്യാബിനറ്റ് കാവലിൽ പരോളിനിറങ്ങി വിലസുന്ന കാഴ്ച ഈ നാട് കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ പരോളിന് ഇറങ്ങാമെന്നോ, അങ്ങനെ പരോളിനിറങ്ങിയാൽ സ്വൈര്യമായി നടക്കാമെന്നോ ഒരു സുബീഷും ഒരു സുരേന്ദ്രനും വിചാരിക്കേണ്ട എന്ന കൃത്യമായ താക്കീത് കൂടിയാണ് ഈ അവസരത്തിൽ തരുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ അനശ്വരരായ രക്തസാക്ഷികൾ പ്രിയപ്പെട്ട ശരത്തൻ കൃപേഷ്, ആ ചെറുപ്പക്കാർ ഈ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇനി ഒരിടവേള.